കോഴിക്കോട് ജില്ലാ പഞ്ചായത്തിന്റെ പി-ടോക്ക് ചാനലിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. കോഴിക്കോട് ജില്ലാ പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ജൂൺ 26-ന് സംഘടിപ്പിക്കുന്ന ലഹരി വിരുദ്ധ ജനകീയ പ്രതിരോധം 2 മില്യൺ പ്ലഡ്ജിന്റെ പോസ്റ്റർ പ്രകാശനം ചെയ്തു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഷീജ ശശിയിൽ നിന്ന് വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് പി ഗവാസ് പോസ്റ്റർ ഏറ്റുവാങ്ങി. ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി സുരേന്ദ്രൻ, ജില്ലാ ഇൻഫർമേഷൻ ഓഫീസർ അബ്ദുൽ കരീം, അസിസ്റ്റന്റ് എഡിറ്റർ സൗമ്യ ചന്ദ്രൻ, സാമൂഹിക നീതി ഓഫീസർ അഞ്ജു മോഹൻ, സീനിയർ സൂപ്രണ്ടുമാരായ ടി അബ്ദുൽ നാസർ, സെൽവരത്നം, പ്രോഗ്രാം കോർഡിനേറ്റർമാർ, ജില്ലാ പഞ്ചായത്ത് ജീവനക്കാർ എന്നിവർ പങ്കെടുത്തു. നാടിനായി നാളേക്കായി ഒന്നിക്കാമെന്ന സന്ദേശത്തിൽ ലഹരിക്കെതിരെ 20 ലക്ഷം പേരെ അണിനിരത്തിയാണ് ജില്ലാ പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ 2 മില്യൺ പ്ലഡ്ജ് ബഹുജന പ്രതിജ്ഞ നടക്കുക. കേന്ദ്ര സർക്കാർ പദ്ധതിയായ നശാമുക്ത് ഭാരത് അഭിയാന്റെയും സംസ്ഥാന തലത്തിലെ വിവിധ ലഹരി വിരുദ്ധ പദ്ധതികളുടെയും പിന്തുണയിലാണ് പരിപാടി സംഘടിപ്പിക്കുന്നത്. ലഹരി വിരുദ്ധ ജനകീയ പ്രതിരോധത്തിന്റെ ഭാഗമായി ജൂൺ 26-ന് കോഴിക്കോട് ജില്ലാ പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്ന 2 മില്യൺ പ്ലഡ്ജ് പദ്ധതിയെ അഭിനന്ദിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ലഹരി വിരുദ്ധ പോരാട്ടത്തിൽ തദ്ദേശ ഭരണ സ്ഥാപനങ്ങൾ, വിവിധ സംഘടനകൾ, ജനകീയ കൂട്ടായ്മകൾ എന്നിവ മാതൃകാപരമായ പങ്കാളിത്തം വഹിച്ചുകൊണ്ടിരിക്കുകയാണ്. നിരവധി ആളുകളെ ഉൾപ്പെടുത്തി നടത്തുന്ന ജനകീയ പ്രചരണ പരിപാടി സംഘടിപ്പിക്കുന്ന ജില്ലാ പഞ്ചായത്തിനും അതിൽ സജീവമായി പങ്കെടുക്കുന്ന ജനങ്ങൾക്കും മുഖ്യമന്ത്രി അഭിനന്ദനങ്ങൾ അറിയിച്ചു. ഈ വർഷത്തെ അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനമായ ജൂൺ 26-ന് സംസ്ഥാന തലത്തിൽ സംഘടിപ്പിക്കുന്ന ലഹരി വിരുദ്ധ ക്യാമ്പയിനിന്റെ 5ാം ഘട്ടം ഉദ്ഘാടനം ചെയ്യുന്നതിനോടനുബന്ധിച്ച് തിരുവനന്തപുരത്ത് സംഘടിപ്പിച്ച വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ലഹരിമുക്ത കോഴിക്കോട് എന്ന ഈ സംയോജിത പദ്ധതിയുടെ ഭാഗമായി കോഴിക്കോട് ജില്ലയിലെ 20 ലക്ഷം ആളുകളെ അണിനിരത്തി അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനമായ ജൂൺ 26-ന് 2 മില്യൺ പ്ലഡ്ജ് എന്ന പേരിൽ ഒരു ജനകീയ പ്രതിജ്ഞാ പരിപാടി നടത്താൻ പോവുകയാണ്. ഇത്രയധികം ആളുകളെ പങ്കെടുപ്പിച്ചുകൊണ്ട് നടത്തുന്ന ബൃഹത്തായ ഇതുപോലൊരു പരിപാടി സംഘടിപ്പിക്കാൻ പോകുന്ന കോഴിക്കോട് ജില്ലാ പഞ്ചായത്തിനും അതിൽ പങ്കുചേരുന്ന ജനങ്ങൾക്കും ഹാർദമായ അഭിനന്ദനങ്ങൾ രേഖപ്പെടുത്തട്ടെ. ഇനി കോഴിക്കോട് ജില്ലയിലെ പ്രധാന അറിയിപ്പുകൾ നോക്കാം. കേരള വനിതാ കമ്മീഷൻ സംഘടിപ്പിക്കുന്ന തീരദേശ മേഖലാ ക്യാമ്പ് ജൂൺ 20-21 തീയതികളിൽ കോഴിക്കോട് നടക്കും. തീരദേശ മേഖലയിലെ സ്ത്രീകളുടെ പ്രശ്നങ്ങൾ നേരിട്ട് മനസ്സിലാക്കുകയും അതിന്റെ അടിസ്ഥാനത്തിൽ സ്വീകരിക്കേണ്ട നടപടികൾ സർക്കാരിന് ശുപാർശ നൽകുകയുമാണ് ക്യാമ്പിലൂടെ ലക്ഷ്യമിടുന്നത്. ഇതിന്റെ ഭാഗമായി ഗൃഹസന്ദർശനം, ഏകോപന യോഗം, സെമിനാർ എന്നിവയും സംഘടിപ്പിക്കും. എലത്തൂർ സേതു സീതാറാം ALP സ്കൂളിൽ 20-ന് വൈകിട്ട് 3-ന് ചേരുന്ന ഏകോപന യോഗം വനിതാ കമ്മീഷൻ ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് പി സതീദേവി ഉദ്ഘാടനം ചെയ്യും. ക്യാമ്പിന്റെ 2ാം ദിനമായ 21-ന് രാവിലെ 8-ന് ചെയർപേഴ്സണും അംഗങ്ങളും മത്സ്യത്തൊഴിലാളി വീടുകൾ സന്ദർശിക്കും. രാവിലെ 10-ന് എലത്തൂർ സേതു സീതാറാം ALP സ്കൂളിൽ നടക്കുന്ന സെമിനാർ അഡ്വക്കേറ്റ് പി സതീദേവി ഉദ്ഘാടനം ചെയ്യും. കോഴിക്കോട് കോർപ്പറേഷൻ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ OP ഷിജിന അധ്യക്ഷത വഹിക്കും. വനിതാ കമ്മീഷൻ ഡയറക്ടർ ഷാജി സുഗുണൻ ആമുഖ പ്രഭാഷണം നടത്തും. സാഫ് പദ്ധതികളെക്കുറിച്ച് കോഴിക്കോട് ഫിഷറീസ് അസിസ്റ്റന്റ് ഡയറക്ടർ വി സുനീറും ഫിഷറീസ് വകുപ്പ് നടപ്പാക്കുന്ന പദ്ധതികളെക്കുറിച്ച് ഫിഷറീസ് എക്സ്റ്റൻഷൻ ഓഫീസർ PK ആതിരയും ക്ലാസ് എടുക്കും. കേരള വനിതാ കമ്മീഷൻ സംഘടിപ്പിക്കുന്ന വ്യക്തി സമൂഹം സ്വാതന്ത്ര്യം ലിംഗവിവേചനങ്ങളുടെ കേരളീയ പശ്ചാത്തലം സംസ്ഥാനതല സെമിനാർ നാളെ ഉള്ളിയേരി MDIT എഞ്ചിനീയറിംഗ് കോളേജിൽ നടക്കും. രാവിലെ 10-ന് വനിതാ കമ്മീഷൻ ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് പി സതീദേവി ഉദ്ഘാടനം നിർവഹിക്കും. MDIT ചെയർമാൻ M മെഹബൂബ് അധ്യക്ഷത വഹിക്കും. വ്യാവസായിക പരിശീലന വകുപ്പിന് കീഴിലുള്ള സർക്കാർ ITIകളിൽ പ്രവേശനത്തിന് ഓൺലൈൻ അപേക്ഷ നൽകുന്നതിനുള്ള തീയതി ജൂൺ 30 വരെ നീട്ടി.
നാഷണൽ എംപ്ലോയ്മെന്റ് സർവീസ് വകുപ്പിനു കീഴിലെ കോഴിക്കോട് കോച്ചിംഗ് കം ഗൈഡൻസ് സെന്റർ ഫോർ SC/ST 10 മാസത്തെ സൗജന്യ സ്റ്റെനോഗ്രഫി, ടൈപ്പ് റൈറ്റിംഗ്, കമ്പ്യൂട്ടർ, വേർഡ് പ്രോസസിംഗ് കോഴ്സിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. അപേക്ഷകർ SSLC യോഗ്യതയുള്ളവരും 26 വയസ്സിൽ താഴെയുള്ളവരും SC/ST വിഭാഗക്കാരും എംപ്ലോയ്മെന്റ് രജിസ്ട്രേഷൻ ഉള്ളവരുമാകണം. ജൂൺ 25-ന് നേരിട്ട് അപേക്ഷ സമർപ്പിക്കണം. ഫോൺ 0495237617. SSLC +2 പരീക്ഷകളിൽ മുഴുവൻ വിഷയങ്ങളിലും A+ നേടിയ കോഴിക്കോട് നോർത്ത് നിയോജക മണ്ഡലത്തിലെ വിദ്യാർത്ഥികൾക്കുള്ള അനുമോദനം ജൂൺ 21-ന് ഉച്ചയ്ക്ക് 2-ന് കാരപ്പറമ്പ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടക്കും. A+ നേടിയ മുഴുവൻ വിദ്യാർത്ഥികളും പങ്കെടുക്കണമെന്ന് തോട്ടത്തിൽ രവീന്ദ്രൻ MLA അറിയിച്ചു. കേരള കയർ തൊഴിലാളി ക്ഷേമനിധി ബോർഡിൽ നിന്ന് പെൻഷൻ ലഭിക്കുന്ന ഗുണഭോക്താക്കൾ ജൂൺ 25 മുതൽ ആഗസ്റ്റ് 24 വരെ തീയതികളിൽ ആധാർ കാർഡും പെൻഷൻ രേഖകളുമായി അക്ഷയ കേന്ദ്രങ്ങളിലെത്തി വാർഷിക മസ്റ്ററിംഗ് നടത്തണം. മസ്റ്ററിംഗ് പരാജയപ്പെട്ടാൽ അതിന്റെ റിപ്പോർട്ടും ലൈഫ് സർട്ടിഫിക്കറ്റും ക്ഷേമനിധി ബോർഡിന്റെ ബന്ധപ്പെട്ട ഓഫീസിൽ ഹാജരാക്കണം. ഫോൺ 0477225157. IHRDയുടെ താമരശ്ശേരിയിലെ കോളേജ് ഓഫ് അപ്ലൈഡ് സയൻസിൽ BCom കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ, BCA, BSc കമ്പ്യൂട്ടർ സയൻസ്, BA ഇംഗ്ലീഷ്, BBA കോഴ്സുകളുടെ 5ാം സെമസ്റ്ററിലും MA ഇംഗ്ലീഷ്, MCom ഫിനാൻസ് കോഴ്സുകളിലെ 3ാം സെമസ്റ്ററിലും ഒഴിവുള്ള സീറ്റുകളിലേക്കുള്ള പ്രവേശനത്തിന് അപേക്ഷ ക്ഷണിച്ചു. അവസാന തീയതി ജൂൺ 25. ഫോൺ 0495222323 8547005025. ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ അവസാനിക്കുന്നു. നമസ്കാരം.